ഹായ്, നമുക്കൊരു 5 മിനിറ്റിലൊരു ലഞ്ച് ഉണ്ടാക്കിയാലോ? ഇത് ഭയങ്കര മടിയുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ലഞ്ച് ചെയ്യാമെന്ന്. ഇത് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും ആദ്യം എടുത്ത് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പണി പാകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് കുക്കർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് വെക്കാം. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബേ ലീവ്സ്, കുറച്ച് ഗ്രാമ്പു, ഒരു ചെറിയൊരു പീസ് സിനമൺ പട്ട പൊടിച്ചിട്ടുള്ളതാണ്, ഇത് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 3-4 ഏലക്കായ. ഇതൊരു സ്റ്റാർ അനൈസാണ്. ഇതിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും വേണേ. അതുപോലെ തന്നെ ഇത് പെരുംജീരകമാണ്. ഇതും ഓപ്ഷനിലാണ്. പെരുംജീരകവും ഈ 2 കാര്യങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് എടുത്തിരിക്കുന്നത് സവോളയാണ്. ചെറിയ ഉള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാനത് ചെറിയ സവോളയാണ്. ഞാനൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ, ഞാൻ മേടിക്കുന്ന ഉള്ളിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് ചെറുതായിട്ടില്ല, അത്യാവശ്യം തിക്നെസ്സോട് കൂടി തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതിയാകും. അപ്പോൾ വഴണ്ടി ഇട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഒരു വലിയ 3-4 ക്ലോവ്സ്, അതായത് ഗാർലിക് ക്ലോവ്സും ഇഞ്ചിയും കൂടെ, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 2 തക്കാളിയാണ് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടുള്ളതാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ചെറിയ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കണ്ടോ, അതുപോലെ പീസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നന്നായിട്ട് കുക്കായി വന്നോളും. വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കാം, അല്ലാതെ അങ്ങനെ ഒഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇത് അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് ഒഴിക്കണോ അതോ പീസസ് ആക്കിയിട്ട് ഇട്ടാൽ പോരെയെന്ന്. പീസസ് ആക്കി നമ്മളിതിലേക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതിനേക്കാൾ നല്ലത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് ഈ വറവെല്ലാം ഒന്ന് സെറ്റായി കിട്ടും. പിന്നെ ഇതിലേക്ക് കുറച്ച് മിൻറ്റ് ലീവ്സും അതുപോലെ തന്നെ കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്, മല്ലിച്ചപ്പും പുതിനയിലയും. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ചില സമയത്ത് മല്ലിച്ചപ്പും പുതിനയിലയും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ഇതുപോലെ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അരിയുടെ അളവും കൂടെ കണക്കാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഞാൻ അധികം മുളക് കഴിക്കാത്തതുകൊണ്ട് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾ എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിത് സോനാ മസൂരി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നരി ചേർത്ത് കൊടുക്കാം, അതല്ല ജീര റൈസ്, നിങ്ങളുടെ ഏത് ആണോ ചെറിയ അരി ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ബസ്മതി റൈസ് ആയാലും കുഴപ്പമില്ല. അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അളക്കൊന്നും വേണ്ട, നമ്മൾ റൈസിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ, അതായത് അരിയുടെ മേലെ ഒരു ഇത്ര ഭാഗം കൂടുതലായിട്ട് വെള്ളം നിൽക്കണം, അത്രേ വേണ്ടൂ. ഇനി ഈ സൈഡിലുള്ള അരിയെല്ലാം കൂടെ ഉള്ളിലേക്കാക്കി അടച്ചു കൊടുക്കാം. നമ്മൾ കുക്കർ സെറ്റാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിലടിക്കണം. തീ എപ്പോഴും കുറച്ച് വയ്ക്കുക, അതായത് ഒരുപാട് കുറയരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക, ഹൈ ഫ്ലെയിമിലാക്കരുത്. അത് വിസിലടിച്ചതിന് ശേഷം ഓഫാക്കി വയ്ക്കുക. എയർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാലഡ്, അതായത് ഒനിയൻ സാലഡിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നോക്കി ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ ഇല്ലേ, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പോൾ ഇത് ടൊമാറ്റോ റൈസാണ്.
എന്താ പറയുക, ടൊമാറ്റോ റൈസ് എന്ന് ശരിക്കും പറയാൻ പറ്റില്ല, ടൊമാറ്റോ വെച്ചിട്ട് നല്ലൊരു പുലാവ്. ടൊമാറ്റോ റൈസ് എന്ന് പറഞ്ഞാൽ റൈസും അതുപോലെ തന്നെ ഗ്രേവിയും സെപ്പറേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നതാണ്. അത് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോൾ വേണ്ട, മടി പിടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക, സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ഇതെല്ലാം ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്തായാലും ഞാൻ ഒരു കത്തി വെച്ച് വെറുപ്പിക്കുന്നില്ല, ഓപ്പൺ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയാണ്. ഇതെന്താ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ആയാലും 5 മിനിറ്റിൽ വിചാരിക്കേണ്ട, ഞാൻ സ്കൂളിൽ പോകാൻ ടൈമായി, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് റൈസ് പാത്രത്തിലേക്ക് എടുക്കാം. കണ്ടോ കണ്ടോ, നല്ല ആവി പറക്കുന്ന ചോറ്, അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് ടൈമില്ല, സ്കൂളിൽ പോകാൻ സമയമായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ചിലർക്കെങ്കിലും തോന്നാം ഇതൊക്കെ ഒരുപാട് യൂട്യൂബിലുള്ള റെസിപ്പീസ് ആണല്ലോ എന്ന്. ആണ്, എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്പെഷ്യലല്ലേ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.